ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് സദ്യക്കൊക്കെ വിളമ്പാറുള്ള നാരങ്ങക്കറി അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് വടുകപ്പുളി നാരങ്ങ അല്ലെങ്കിൽ ഗണപതി നാരങ്ങ എന്നൊക്കെ പറയും അല്ലേ? നമ്മൾ പൂജക്കൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങയില്ലേ, അതാണ് കേട്ടോ. അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ തൊലിയൊന്നും കളയണ്ട, കുരു മാത്രം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഇത്രയും നാരങ്ങ ഉപയോഗിക്കുന്നില്ല. ഞാൻ 4 പാർട്ടാക്കിയതിൽ 3 പാർട്ട് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ ഒരു പച്ചമുളക്, ഇത്രയും കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുക്കിംഗ് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഈ നാരങ്ങക്കറി എന്താണെന്നറിയോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോഴേ കഴിക്കുന്നതിനേക്കാളും ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമേ. ഇതിനാവശ്യമായിട്ടുള്ള ചില്ലി പൗഡർ, അതായത് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞളും ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി മാത്രമാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കറി ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്താലും മതി. എന്നാലും ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നത് മൺചട്ടിയിലാണ്. മൺചട്ടിയിലാവുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അങ്ങനെ മൺചട്ടിയിലോട്ട് ഞാൻ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചില്ലി പൗഡറും മഞ്ഞളൊക്കെ ചേർന്ന മിക്സില്ലേ, അത് അതിനകത്തേക്ക് ചേർത്തു. കൂട്ടത്തിൽ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചട്ടിയിലോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ പുളി വെള്ളം റെഡിയാക്കിയില്ലേ, ഏകദേശം ഒരു വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി എന്താ, ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നല്ലൊരു പീസ് ശർക്കരയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ ശർക്കരയൊക്കെ ഉരുകി നന്നായിട്ട് ഇതൊന്ന് കുറുകി വരും കേട്ടോ. അങ്ങനെ കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. നാരങ്ങ ഈ തിളക്കുന്ന ഈ പുളിവെള്ളത്തിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതധികം തിളക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്പം തന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിടുക. ഒരുപാട് തിളക്കാൻ നിന്നാൽ നാരങ്ങക്കറി ഒരുപാടങ്ങ് കയ്പ്പ് രുചിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഒരു വറവൊഴിച്ചാൽ മാത്രം മതി. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ പതിവ് പോലെ തന്നെ കടുക്, പിന്നെ ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തു കൂടെ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആക്ച്വലി ആഡ് ചെയ്തിട്ടില്ല, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ വറവോട് ഒഴിക്കുന്നതോടുകൂടി കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഇതിന് ഭയങ്കര രുചി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഒരു കോമെൻറ്റ്, ഓക്കെ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.